നസ്രത്ത് KLCയുടെ ആഭിമുഖ്യത്തിൽ ബെന്തക്കോസ്ത് ദിനാഘോഷത്തിന്റെ ഭാഗമായി കുഞ്ഞുങ്ങൾക്ക് ആദ്യാക്ഷരം കുറിക്കുന്ന ചടങ്ങ് സംഘടിപ്പിച്ചു. നസ്രത്ത് KLCയുടെ ആഭിമുഖ്യത്തിൽ ബെന്തക്കോസ്ത് ദിനത്തോടനുബന്ധിച്ച് കുഞ്ഞുങ്ങൾക്ക് ആദ്യ അക്ഷരം കുറിക്കുന്ന ചടങ്ങ് സംഘടിപ്പിച്ചു. വികാരി റവറൻ ഫാദർ ടോമി പനിക്കൽ, ഫാദർ ഫാബിൻ, ഫാദർ ജിനിൽ എന്നിവർ ഗുരുസ്ഥാനീയരായി. പ്രസിഡന്റ് ജോൺ ഡിക്സൺ, ജോൺസൺ മാക്കൽ, സുഷമ ആന്റണി, ജാൻസി ജോയി, ജെയ്സൺ, ജിജി ജസ്റ്റിൻ, സീന കൊച്ചേരി എന്നിവർ നേതൃത്വം നൽകിയ പരിപാടിയിൽ 30ഓളം കുഞ്ഞുങ്ങൾ ആദ്യാക്ഷരം കുറിച്ചു. ഇന്ന് കത്തോലിക്ക സഭ പെന്തക്കോസ്ത് ദിനമായിട്ട് ആചരിക്കുകയാണ്. ഇന്ന ദിനം നമ്മുടെ നസ്രത്ത് തിരുക്കുടുംബ ദേവാലയത്തിലെ KLC കുട്ടികളെ എഴുത്തി നിർത്തുന്ന ഒരു കാര്യം ചെയ്തുകൊണ്ടുവരികയാണ് വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ. അതിൻ്റെ സെക്രട്ടറി കൂടുതൽ വിവരങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും. നമ്മൾ ക്രൈസ്തവ പാരമ്പര്യം അനുസരിച്ച് പെന്തക്കോസ്ത് തിരുനാളെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ആഗമനമാണ് അറിയിക്കുക. യേശുവിൻ്റെ സ്വർഗ്ഗാരോഹണത്തിന് ശേഷം ശിഷ്യന്മാർ പരിശുദ്ധ അമ്മയോടൊപ്പം പ്രാർത്ഥനാനിരതരായിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് അഗ്നിയുടെ രൂപത്തിൽ അവരുടെ മേൽ എഴുന്നള്ളി വന്ന ആ ദിവസമാണ് നമ്മൾ പെന്തക്കോസ്ത് ദിനമായിട്ട് ആചരിക്കുന്നത്. പരിശുദ്ധാത്മാവിനെ ജ്ഞാനത്തിൻ്റെ ഉറവിടമായാണ് നമ്മൾ ക്രൈസ്തവ സമൂഹം കാണുക. അപ്പോൾ അന്നേ ദിവസം കുഞ്ഞുങ്ങളെ ആദ്യാക്ഷരം കുറിക്കുന്ന ചടങ്ങ് ഒരു 5-6 വർഷത്തിലധികമായി KLC നസ്രത്ത് KLCയുടെ ആഭിമുഖ്യത്തിൽ വളരെ ഭംഗിയായി നടന്നു വരികയാണ്. അപ്പോൾ ഇത്രയും പൊരിച്ചൊരിയുന്ന മഴയത്തും നല്ല ഭംഗിയായി ആ ചടങ്ങ് സംഘടിപ്പിക്കാൻ സാധിച്ചു. എല്ലാ ഇടവക ജനങ്ങളോടും KLC പ്രവർത്തകരോടും ഉള്ള നന്ദി അറിയിക്കുന്നു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ടോൾ ജംഗ്ഷൻ, ഇടപ്പള്ളി, പള്ളുരുത്തി, തൃപ്പൂണിത്തുറ, കാലടി, എരമലൂർ, അരൂർ പള്ളി, തുറവൂർ, തൃശൂർ. പെരുമ്പടന മാട്ടുമ്മൽ പാലത്തിനോടുള്ള അധികൃതരുടെ അവഗണനയെ തുടർന്ന് BJP പെരുമ്പടന യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. മാട്ടുമ്മൽ പാലത്തിനോടുള്ള മാറി മാറി വന്ന LDF UDF അവഗണനയിൽ പ്രതിഷേധിച്ച് BJP പെരുമ്പടന യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. BJP ജില്ലാ കമ്മിറ്റി അംഗം അജയ് പോട്ടശ്ശേരി ഉദ്ഘാടനം ചെയ്തു. വരുവാനുണ്ടായിരുന്ന കാരണം ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം. കഴിഞ്ഞ 10 വർഷക്കാലം LDF ഭരിച്ചു. ഇപ്പോൾ LDFിൻ്റെ വാർഡ് മെമ്പർ കൂടിയാണ് ഇപ്പോൾ ഇവിടെ ഭരണം കൈയാളുന്നത്. നമ്മൾ ഈ പാലത്തെ സംബന്ധിച്ച് ഏതാണ്ട് 90ഓളം വീടുകൾ പറവൂർ നഗരവുമായിട്ട് ബന്ധപ്പെട്ട് ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണിത്. വളരെ കാലങ്ങളായിട്ട് ഈ പാലത്തിൻ്റെ അവസ്ഥ വളരെ ശോചനീയമായിട്ടുള്ള അവസ്ഥയാണ്. അത് അപകടാവസ്ഥയിലാണ്. അത് അധികാരികളുടെ മുൻപിൽ പലവട്ടം ഈ നാട്ടിലെ ആളുകൾ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അതൊന്നും ചെവിക്കൊള്ളാതെയാണ് ഇവിടെ വാർഡ് മെമ്പർമാരായിട്ട് ജയിച്ചു പോയിട്ടുള്ള ഇടതുപക്ഷത്തിൻ്റെയും വലതുപക്ഷത്തിൻ്റെയും ആളുകൾ നിലകൊണ്ടിട്ടുള്ളത്. അപ്പോൾ ഈ പ്രദേശത്തെ സാമാന്യം പാവപ്പെട്ട ആളുകൾ ഏതാണ്ട് 90ഓളം വീടുകൾ തിങ്ങിപ്പാർക്കുന്ന 90ഓളം വീടുകൾ ഉൾക്കൊള്ളുന്ന ഈ പ്രദേശത്തെ പറവൂർ പട്ടണവുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഈ പാലത്തിൻ്റെ അവസ്ഥ എത്രയും പെട്ടെന്ന് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഭാരതീയ ജനതാ പാർട്ടി ഇന്നത്തെ ഭരണാധികാരി വർഗത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സമരപരിപാടിയുമായി കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഇതുപോലുള്ള പ്രദേശത്ത് പാർശ്വവൽക്കരിക്കപ്പെട്ടിട്ടുള്ള കുറേ ആളുകൾ അവരെ പാവപ്പെട്ടവരാണ്. അവരുടെ കാര്യങ്ങൾ കഷ്ടപ്പാടുകളും അറിയാതെ പോകുന്ന ഒരു ഭരണകൂടമാണ് കേരളത്തിൽ ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഭരിച്ചുകൊണ്ടിരുന്നത്. അതുതന്നെയാണ് അവസ്ഥ. UDF അധികാരത്തിൽ വന്നാലും അതുതന്നെ ആ അവസ്ഥയിൽ തന്നെയാണ് തുടരുന്നത്. നമ്മൾ അടിസ്ഥാന ജനവിഭാഗത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി, അവരുടെ അഭിലാഷത്തിന് വേണ്ടി നിലകൊള്ളുവാൻ വേണ്ടിയിട്ടാണ് ഒരു ജനാധിപത്യ സർക്കാർ രൂപം കൊണ്ടുവരുന്നത്. BJP മണ്ഡലം സെക്രട്ടറിമാരായ ശോഭരാജ് ശ്രീനിവാസൻ, ജോൺ പോൾ, യുവമോർച്ച സെക്രട്ടറി വിഷ്ണു മോഹൻ, ന്യൂനപക്ഷ മോർച്ച മണ്ഡലം ജനറൽ സെക്രട്ടറി ജോയ് വരികശ്ശേരി, അജയ് ഷാജി, നിബിൻ വേണു, വിമൽ ഹരി MK, യദു